ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖം, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കണുണ്ടോ? പിന്നെ നമ്മളിന്ന് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ആയിട്ട് വന്നേക്കണ്ട. എവിടെയാണെന്നല്ലേ, അത് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഷോപ്പിംഗ് വന്നത്. വാൾമാർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇന്നത്തെ ഷോപ്പിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്തിട്ടാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയാലോ? വായോ. അപ്പോൾ നമുക്കിന്ന് എടുക്കാനുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ പിന്നെ കുറച്ച് ഐറ്റംസ് ആണ്. അത് വളരെ കുറച്ച് ഐറ്റംസ് നമുക്ക് എടുക്കാനുള്ളൂ. അതിൽ മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന എഗ്ഗ് നമുക്ക് ഡെയിലി നല്ല ചിലവുള്ള കാരണം നമ്മൾ 2 ട്രേ എടുത്തിട്ട് 60 എഗ്ഗ് എടുത്തു. 30 എണ്ണിൻ്റെ 2 ട്രേ 60 എഗ്ഗ്. അതെടുത്ത് നേരെ അങ്ങോട്ട് കാർട്ടിലേക്ക് വെക്കാനുണ്ടാവും. കാർട്ടിൽ വെച്ചപ്പോൾ ഒരു ബ്ലാക്ക് മാർക്ക് നോക്കിയപ്പോൾ വലിയ സീനൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് എഗ്ഗ് മാത്രമല്ല കേട്ടോ, എഗ്ഗിൻ്റെ എല്ലാം സെപ്പറേറ്റും കിട്ടും. ഇതാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എഗ്ഗിൻ്റെ ഉള്ളിൽ വൈറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു ബോക്സിലാക്കി കൂളറിൽ വെച്ചേക്കണം. അതുപോലെ തന്നെ എഗ്ഗ് പ്ലാന്റ് യെല്ലോ മഞ്ഞക്കരുണ്ടല്ലോ എഗ്ഗിൻ്റെ ഉള്ളിലത്തെ അതാണ് ഇതിട്ടാ. അത് വെച്ച് നമുക്ക് സ്ക്രാമ്പിൾ എഗ്ഗ്, മുട്ട, അപ്പോ എല്ലാം ഉണ്ടാക്കും. ഇത് പുഴുങ്ങിയ മുട്ട വരെ ഇവിടെ പാക്കറ്റൊക്കെ വെച്ചേക്കുക. എഗ്ഗിൻ്റെ ഏത് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇവിടുത്തെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ എഗ്ഗൊക്കെ എടുത്ത് നേരെ പോണത് നമ്മൾ ബട്ടർ എടുക്കാനാണ് കേട്ടോ. ബട്ടറും നമുക്ക് മെയിൻ ആവശ്യമാണ്. സ്പ്രെഡഡ് ബട്ടർ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. മുന്നേ സാധാരണ ബട്ടർ ആയിരുന്നു, പിന്നെ സ്പ്രെഡിലേക്ക് മാറിയതാണ്. അപ്പോൾ നമ്മൾ 2 എടുത്തുണ്ട്. 2 എടുത്താൽ ഞാൻ അതിൻ്റെ പൈസ കൊടുത്താൽ എന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബ്രെഡ് എടുക്കാനാണ്. ബ്രെഡാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. എഗ്ഗും ബട്ടറും റെഡി ആയി എഗ്ഗല്ല, ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ എപ്പോഴും എടുക്കരുത് ഈ കാണുന്ന വീറ്റ് ബ്രെഡാണ്. അതിൻ്റെ ഡേറ്റിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 29 നമുക്ക് ഡേറ്റ് ഉണ്ട്. 4 വെച്ചിട്ട് ഒരു ദിവസം പോകണം, കാരണം പെട്ടെന്ന് തീരും. അതുകൊണ്ട് എഗ്ഗ് എടുത്ത് നമ്മൾ വേറെ കാർട്ടിലിട്ടിട്ട് പിന്നെ എടുക്കാൻ പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മധുരമാണ്. വല്ലപ്പോഴൊക്കെ ഒരു മധുരം കഴിക്കുക, അതൊരു രസമല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോയി എടുത്തത് ഒരു മിനി ചിപ്സ് എന്ന് പറഞ്ഞ ഒരു ഇത് ബിസ്ക്കറ്റാണ് സംഭവം. മിനി ചിപ്സ് എന്ന് പറഞ്ഞൊരു പേര്. ഇത് ചെറിയൊരു ബിസ്ക്കറ്റാണ്. ഇത് കൂടുതലും പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളും ഒരു പിള്ളേരാണല്ലോ, അതുകൊണ്ട് അതിന് വലിയ ഷുഗർ ഇല്ല. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ പോയി. പിന്നെ നമ്മൾ എടുത്തതാണ് അവക്കാഡോ. 4 അവക്കാഡോ എടുത്തു കിട്ടാം. അതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു ചിക്കൻ ബ്രാത്ത് എടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ഈ കാണുന്ന ലെമൺ ജ്യൂസ്. 2 ബോട്ടിൽ നമുക്ക് ഡെയിലി ആവശ്യമുണ്ട്. ഇതിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് തേനെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വയറും വണ്ണൊക്കെ കുറയുമെന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ എടുത്തേട്ടാ. കുറയോ കൂടുമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ എടുക്കാൻ പോയത് വെജിറ്റബിൾ സെക്ഷനിലുണ്ടാവും. ഈ കാണുന്ന സ്പിനാച്ച്, അതായത് ചീര. നാട്ടിലെ ചീരയല്ല, ഇത് ഇവിടുത്തെ ചീര. എവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ എടുക്കാൻ പോയതാണ് ഈ ആപ്പിളായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള. നമ്മൾ ആപ്പിള് പിന്നെ മുടക്കിലിട പറഞ്ഞെടുക്കും. ഗേല ആപ്പിൾ നമ്മൾ എടുക്കാൻ പോയതുണ്ടാവും. അപ്പുറത്തെ ലൂസുണ്ട്. ലൂസിന് 1.24 LBക്ക് ഇപ്പുറത്തെ പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിന് വരുന്നത് $3.97 കേട്ടോ. $3.97. അപ്പോൾ നമ്മൾ പാക്കറ്റാണ് എടുത്തത്, കാരണം പാക്കറ്റിൽ 2 കൂടുതലുണ്ടാവും. പൈസയും വലിയ പൈസയില്ല. നമ്മൾ അപ്പുറത്ത് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ഇതിനോട് പൈസ കൂടും. അപ്പോൾ നല്ല നോക്കി നമ്മൾ അതിന് എടുത്തിട്ടാണ്. ഇത് പാക്കറ്റിൽ ഉള്ള ആപ്പിളിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് ലൂസായിട്ട് കിടക്കുന്ന ആപ്പിൾ കിട്ടാം. അപ്പോൾ നമ്മൾ എന്തായാലും പാക്കറ്റിനെ നോക്കി സെലക്ട് ചെയ്തു. നമ്മൾ നേരെ കൊണ്ട് കാർട്ടിലിട്ടു. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് പഴമാണ് കേട്ടോ, ബനാന. നമ്മുടെ നാട്ടിലെ പോലത്തെ പഴം ഇവിടെ കിട്ടല് ഇന്ത്യൻ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കിട്ടുന്നത് നമ്മുടെ നല്ല റോബസ്റ്റ് പഴം പോലത്തെ പഴം കേട്ടോ. ഇത് LBക്ക് 58 സെൻറ്റാണ്. 58 സെൻറ്റ്. അപ്പോൾ നമ്മളൊരു 6 എണ്ണത്തിൻ്റെ ഒരു ഇതെടുക്കും. അധികം പഴുക്കാതെ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീഞ്ഞ് പോകും. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നേരെ കവറിൽ കൊണ്ടുവച്ച് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കുക്കുംബർ കണ്ടത്. ഇതാണ് കുക്കുംബർ. അപ്പോൾ 2 എടുത്തു. ഇവിടെ എല്ലാവരും ഇതിന് ക്യുക്കുംബർ എന്ന് പറയാം. നമ്മൾ പഠിച്ചതും പറഞ്ഞതും കുക്കുംബർ എന്നായതുകൊണ്ട് 2 കുക്കമ്പർ എടുത്തിട്ടാണ്. അങ്ങനെ പച്ചക്കറി എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ബ്യൂട്ടി സെക്ഷനിലേക്ക് കേട്ടോ. അവിടെ പോയിട്ട് ഫ്രീമെൻ ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞ ഒരു ക്രീം എടുത്തിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഇടയായിട്ട് കുറച്ച് കരുവാളിച്ച് പോയെന്നാണ് അയറിൻ്റെ ഒരു പരാതി. അപ്പോൾ ആ പരാതി തീർക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മൾ പോയത് ഈ ഹോം സെക്ഷനിലേക്കാണ്. ഇത് ഞാൻ വരുമ്പോൾ എപ്പോഴും ഹോം സെക്ഷൻ, ഞാൻ എപ്പോൾ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഈ വാൾമോണ്ട് ഉള്ളിൽ വരുന്ന സ്ഥലമാണത്. ഈ പാത്രങ്ങളുടെ സ്ഥലമല്ലേ, അതായത് ഹോം അപ്ലയൻസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കാണാനായിട്ട്, നോക്കാനായിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ അത്ര ഇല്ല. ഇനിയൊരു വീട് മാറുമ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാത്രങ്ങൾ, കത്തികൾ, നൈഫ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഇങ്ങനത്തെ പാത്രങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ നോക്കി നിൽക്കണ്ട. നൈഫ് ബോക്സുകളൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എപ്പോൾ പോയാലും ഇതൊക്കെ നോക്കി നടക്കുക എൻ്റെ ഇതിന് എപ്പോഴും വരുന്നുണ്ട്. ഈ മിറർ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഈ മിറർ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ വന്ന് നോക്കാറുള്ളത്. അത് ലൈറ്റൊക്കെ ഉള്ള മിററാട്ടോ. എവിടെ ഉണ്ടായാലും അത് കാണാനില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കത്തുന്ന എനിക്ക് തോന്നാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടായിരുന്നു ലൈറ്റ് കത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ബെഡ്റൂമിൽ ലൈറ്റുകൾ ഇങ്ങനെ ഡെക്കുക. അപ്പോൾ ഈ സെക്ഷനും ആ കിച്ചൻ്റെ സെക്ഷനാണ് ഞാൻ എപ്പോഴും ഇവിടെ കൂടുതലായിട്ട് വന്ന് നോക്കി പോണത്. ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ കണ്ട അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ നോക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അയറി വന്നു കഴിഞ്ഞാൽ അയറിന് എപ്പോഴും ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക്
ഡ്രസ്സുകളൊക്കെ നോക്കി നടക്കുക. കൂടുതൽ നമ്മൾ തപ്പി നടക്കാൻ വേണ്ടിയിട്ട് കുറേ നാളില്ല. മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇനി $10 കാണിക്കുന്നുണ്ട്. ആ സെക്കൻഡ് ഹാൻഡിന് $10. ഇതിപ്പോൾ പുത്തന് $7.97 അപ്പോൾ ഇത് ലാഭമാണല്ലോ. ഇതെന്തായാലും നമുക്ക് ഇന്നത്തെ പർച്ചേസിൽ എടുക്കാട്ടോ. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലേ, നമ്മൾ ആകെ ഫുഡ് ഐറ്റംസ് മാത്രം നോക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്കിത് എടുക്കാം, നമുക്കൊരു ആവശ്യമുണ്ട് ഇതിനുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകാട്ടോ. പോണ വഴിക്കാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ചോക്ലേറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ട്. ഇത്ര നാൾ ഹലോവിൻ്റെ തീമിലുള്ള ബോക്സ് ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഹലോവിനൊക്കെ അവസാനിക്കാറായി. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വരവായിട്ടാണ്. ക്രിസ്മസിൻ്റെ പല ഡിസൈനിൽ കളറിലൊക്കെ ചോക്ലേറ്റ്സ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട്, ഭദ്രമുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ തുടക്കത്തിൽ നിങ്ങളടുത്ത് ഷോപ്പിങ്ങിൻ്റെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. ദിവസത്തിൻ്റെ പ്രത്യേകത അതെനിക്ക് അവിടെ വെച്ച് പറയാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്ന് ഇപ്പോൾ വാൾമാർട്ട് അസോസിയേറ്റ്, അതായത് വാൾമാർട്ടിൽ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റിന് വാൾമാർട്ട് കൊടുക്കുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്, 20% ഓഫ്. അത് നമുക്ക് മന്ത്ലി ഒരു ദിവസം നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ 20% റിഡക്ഷൻ കിട്ടും എമൗണ്ട്. ആ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് കമ്പനി വാൾമാർട്ട് ഒരു ഡേറ്റ് നമ്മോട് പറയും. അപ്പോൾ നമുക്ക് ആ ഡേറ്റിന് വന്ന് സാധനങ്ങൾ വാങ്ങാം. 20% ഓഫ് കിട്ടും. അത് മന്ത്ലി ഒരു പ്രാവശ്യം. നമുക്ക് ഡെയിലി നമുക്ക് 10% ഓഫ് കിട്ടും. ഡെയിലി സാധനങ്ങൾ വാങ്ങിയാൽ പിന്നെ ഇപ്പോൾ വാങ്ങിയാൽ നമുക്ക് 10% ഓഫ് ഉണ്ട്. അത് വാൾമാർട്ട് തരുന്ന ഒരു ഓഫറാണ് ആ അസോസിയേറ്റിന്. അത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കാർഡാണെങ്കിൽ ആ കാർഡൊക്കെ എനിക്ക് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. വൈഫിനോ അല്ലെങ്കിൽ ഐറിനോ ഐറിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റാർക്കും അത് വാങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഐറിൻ്റെ ആ ഡിസ്കൗണ്ട് കാർഡ് വെച്ചിട്ട് എനിക്കോ വാങ്ങാൻ പറ്റില്ല. എനിക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ വാങ്ങണം. എൻ്റെ കാർഡ് ഞാൻ തന്നെ യൂസ് ചെയ്യണം. അത് ഭാര്യയ്ക്ക് ഭർത്താവോ ആരൊക്കെ വർക്ക് ചെയ്താലും അല്ലെങ്കിൽ ബന്ധുക്കാർക്കോ കൂട്ടുകാർക്കോ അങ്ങനെയൊന്നും വാങ്ങാൻ പാടില്ല എന്നാണ് അതിൻ്റെ നിയമം. ഇൻ കേസ് അത് കണ്ടാൽ നമുക്കതിനൊരു 3 മാസത്തേക്ക് നമുക്കൊരു ബാൻ കിട്ടും. വാങ്ങാൻ പറ്റില്ല സാധനങ്ങൾ ഈ ഇത്രയും പ്രൈസിന്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. 20% ഓഫ് ഡേ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. താങ്ക് യു. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ.